കോമഡി ഇതിനകത്ത് വെർബൽ കോമഡി ഒന്നും അല്ലല്ലോ, സ്കിറ്റ് പോലെ അല്ലല്ലോ. സ്കിറ്റ് അല്ല, പക്ഷെ നമുക്ക് ഔട്ട്കം കോമഡി റൊമാൻറ്റിക്കും ആയിരിക്കും. എല്ലാം ഒത്തു തന്നെ. ഇപ്പൊ സിദ്ദിഖ് ലാൽ സിനിമ അവരൊക്കെ എഴുതി തന്നെയാണ് കോമഡി ഉണ്ടാക്കിയേക്കുന്നത്. അവരെഴുത്തു പിന്നെ ക്യാരക്ടേഴ്സ് വന്ന് പെർഫോം ചെയ്യുന്നതനുസരിച്ച് കുറച്ചുകൂടി ബൂസ്റ്റ്. നമ്മുടെ പ്രശ്നം റൊമാൻസും വേണം, കോമഡി വേണം. നമുക്ക് റൊമാൻസും കോമഡി ഒരുമിച്ച് വർക്കൗട്ട് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡയലോഗ് ഒരു പരിധിവരെ ഡയലോഗ് നമുക്ക് പിടിക്കാം. നമുക്ക് ഓക്കെ ഇതിനൊരു തമാശ ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കോമഡി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി അത് പിടിക്കാം. പിന്നെ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നവര് വന്നതിനെ കുറിച്ച് അല്ലല്ല സംഭവം അറിയോ, ഇവള് ഫാന്റസി പറയത്തില്ലേ, ഫാന്റസി പറയുമ്പോ ഇവനെ അതിനെ ഒപ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിൽ ഈ കടപ്പുറത്ത് പോയിട്ട് പട്ടിക്കാട്ടം കഴിയും, ഇവളത് ഈ ചവിട്ടം എടുത്താണ് അങ്ങനെ പറയണതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ റിയാലിറ്റി സംഭവിക്കുന്നത്, അപ്പൊ അവൻ ചിരിക്കണത്. ആ ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ആ കോമഡി വർക്കൗട്ട് അത് സ്ഥിരം സാധനം. ഞാൻ പറഞ്ഞത് നമ്മുടെ കോൺട്രസ്റ്റുമായിട്ട് അത് അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആക്കണമെങ്കിൽ ഇവള് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് തെരയടിച്ച് വന്ന് തെര വെള്ളേക്ക് മൂടണം. പക്ഷെ ഇവനൊന്നും പറ്റിയിട്ടുണ്ടാവരുത്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടധികം അങ്ങനെ ഒരു പുള്ളി ഒരു സ്ഥലത്ത് വന്ന അതൊരു സ്ഥലകാലബോധം വരെ ഇവനുണ്ട്. തുടക്കം കാണിക്കാം, അതായത് റീൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഓക്കെയാണ് ഇവിടെ ഓക്കെയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്നിട്ട് അതിന്റെ വെള്ളം വന്നിട്ട് മൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവള് പിന്നെ കാണിക്കുന്ന ഷോട്ട് പറ്റിട്ട് അവിടെ ഇരിക്കുക, ഇങ്ങനെ വെള്ളം തട്ടിക്കളഞ്ഞ് അങ്ങനെ ആ സാധനം കൊടുക്കാം. അങ്ങനെ വേണേ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കടലില് പിന്നെ തിരയല്ലാണ്ട് വേറെ വല്ലതും കൊണ്ടുവരാം. എനിക്ക് പട്ടിക്കാട്ട് അത്ര കിട്ടാൻ പണി, അത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും, വലിയ ഒറിജിനൽ തന്നെ എടുക്കേണ്ടി വരും. പട്ടിക്കാട്ട എനിക്കത് പണ്ടത്തെ സിനിമകൾ പോലും കാണിക്കുന്ന സാധനം. എന്നാലും മതി, അതിനുണ്ട് ഈ രാവിലെയൊക്കെ വന്ന അത് കൊടുക്കാം. രാവിലെ പിന്നെ പ്രൊഡ്യൂസർ കാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടി പൂച്ച അത് പറഞ്ഞപ്പോ ബഡ്ജറ്റിന്റെ കാര്യം. ബഡ്ജറ്റ് ഉണ്ടാക്കി. ബഡ്ജറ്റ് മിനിമലിലാണോ ചെയ്യണത്? എത്ര മിനിമൽ? നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നത്? ക്യാമറ എത്ര വേണ്ടി വരും? ചുമ്മാ പറ. ഒരു ക്യാമറ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല ഇതിന്റെ ക്യാമറ കടപ്പുറത്തോട്ട് വിൽക്കാനാണോ? അല്ല ഇവരെടുക്കുന്നത് ഫോണിലാണോ റീൽ എടുക്കുന്നത്? അല്ല ആ വിഷയം കാണിക്കണ്ട, ഫോണിൽ കിട്ടുന്ന വിഷയമൊന്നും കാണിക്കണ്ട. അല്ലല്ല ഫോണിൽ കിട്ടുന്ന വിഷയമല്ല, ഇവരെടുക്കുന്നത് ക്യാമറയിലാണോ ഇതിലാണോ? ഫോണിലെടുത്തപ്പോ ഇവര് ക്യാമറയിൽ എടുക്കണമെങ്കിൽ വേറെ ക്യാമറ വെച്ച് അത് എടുക്കണമല്ലോ നമ്മള്. അപ്പൊ ഒരു ആപ്പിളെങ്കിലും ഒരു ആപ്പിൾ ഫോൺ ആർക്കെങ്കിലും ആപ്പിൾ ഫോൺ ഐഫോൺ ആപ്പിളിന്റെ ഫോൺ ആപ്പിളിന്റെ ചിഹ്നം വേണം അതിന്റെ അകത്ത്. അത് അവര് ബ്രാൻഡ് ചെയ്താ, നമ്മളത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണ് അത്. അതിന് നമ്മള് ബ്രാൻഡ് കൊടുത്താൽ അത് വളരും. അല്ല ഇത് പറ ഫോൺ നമ്മള് വിളിക്കുന്ന ആക്ടേഴ്സിന്റെ ഫോൺ ഉണ്ടെങ്കിൽ അത് മതി. എന്റെ ഇല്ലല്ലോ, പിന്നെ എല്ലാവരുടെയും കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള അറ്റണ്ടത്തിന്റെ ഇല്ല. ഒന്ന് ഫോൺ പ്രോപ്പർട്ടി ആയിട്ട് വേണം. കോസ്റ്റ്യൂം ആമ്പിള്ളേരെ പിന്നെ നമുക്ക് ആമ്പിള്ളേർക്ക് വിഷയമില്ല, ബർമുഡ ഇട്ടുണ്ടോ. പെൺപിള്ളേര് ഇപ്പൊ ഈ കഥയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ ആ ഒരു കോസ്റ്റ്യൂം സാരിയോ അല്ലെങ്കിൽ ഗൗണോ. പിന്നെ വരുന്നത് ഇതല്ലേ, പിന്നെ ഫുഡ് ഉച്ചക്കല്ലോ രാവിലത്തെ ഫുഡ്. ഞാൻ വേറെ കാര്യം പറ്റും, നമ്മള് വെളുപ്പിനെ ഷൂട്ട് ചെയ്യണത്. നമ്മൾ വെളുപ്പിനെ ഇവിടെ എത്തും. വെളുപ്പിനെ എത്തിക്കണം. എങ്ങനെ എത്തിക്കണം എന്നുള്ളതാണ്. റൂം എടുക്കേണ്ടി വരും. നാല് മണിക്ക് ഇറങ്ങി പോയാലും എത്തും. ആരിറങ്ങും? ഞാൻ പറഞ്ഞ ടൈമിന് വന്നാളാ ഷൂട്ട്. വേറെ ഗുണമുണ്ട്, അർത്തിങ്കല് പോയി തലേദിവസം സ്റ്റേ ആണെങ്കിൽ നമുക്ക് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഫുൾ ഇത് ഒപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, തലേദിവസം പോവാണെങ്കിൽ നമുക്ക് അവിടെ വൈകുന്നേരം പോയിട്ട് അവിടെ നമ്മൾ അതെ നമ്മുടെ ലൊക്കേഷൻ വെച്ച് നമ്മൾ എടുക്കാൻ പോണ സാധനങ്ങൾ ക്യാമറ ആംഗിൾ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ അങ്ങ് പരിപാടി ചെയ്യും. റൂം എടുത്തിട്ട് എത്ര പേർക്ക് 5-6 പേരെ ഒരുമിച്ച് ലേഡീസ് അവരോട് രാവിലെ വരാൻ പറഞ്ഞു. പ്രീ വർക്കൗട്ടോ ആർട്ടിസ്റ്റ് പെർഫെക്റ്റ് ആണോ നോക്കണം.
ഇത് ഞങ്ങളല്ലേ ഡയറക്റ്റ് ചെയ്യണേ. അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യണം, വൃത്തിക്ക് ചെയ്യണം, അതിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. വൃത്തിക്ക് ചെയ്യണമെങ്കിൽ ഇതാണ്, നമുക്ക് സമയം നഷ്ടം ഉണ്ടായാലാണ് നമുക്ക് പിന്നെ കൈവിട്ട് പോണ കാര്യങ്ങൾ. അതെ, നമ്മൾ വെളുപ്പിന് തുടങ്ങുവാണെങ്കിൽ തലേ ദിവസം പോവാം, തലേ ദിവസം ഒരു വൈകിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി ഷോട്ട്സും നമ്മൾ എവിടെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ചെറിയ ലൊക്കേഷൻ വരെ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വന്നിട്ട് ആംഗിളൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അങ്ങ് ഇറങ്ങി ഷൂട്ട് ചെയ്ത് തട്ടേന്ന് ഇറങ്ങി പോരാം. 1 മണിക്കൂർ 2 മണിക്കൂർ കൂടി പോയിടും. അപ്പോൾ ഫുഡ് ഒരു നേരത്തെ 2 നേരത്തെ രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയാൽ പോരെ. രാത്രി ഖാന രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ റൂം എടുത്താൽ മതിയല്ലോ. എന്നിട്ട് രാത്രി എവിടെ പോയില്ലോ ടോർച്ച് അടിച്ച ലൊക്കേഷൻ നോക്കും. നമ്മള് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ പോകണം, അല്ലെങ്കിൽ വൈകുന്നേരം പോകണം. ശരിയാ, ലൊക്കേഷൻ നോക്കാനാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ക്യാമറമാനും വേണ്ടി വരും. ക്യാമറമാനാണോ നിർബന്ധം? ലൈറ്റിംഗ് നോക്കണ്ടേ? നമുക്കറിയാവുന്ന ആരെങ്കിലും നിർത്താൻ പറ്റും. ദേവദാസിനോട് ചോദിച്ചാൽ ആരെങ്കിലും കിട്ടുമോ? ദേവദാസ് ഏതെങ്കിലും പ്രൊഫഷണൽ ക്യാമറമാൻ? ദേവാനന്ദം അല്ല, ദേവനാഥ്. വായിക്കണത് പക്ഷേ ആര് വായിക്കണം? പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും ആരെങ്കിലും കിട്ടുമോ? ഒരാളുണ്ട്, ഞാൻ പ്രൊഫഷണലാണ്. ക്യാമറ എടുത്തിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അവരല്ല, ഞാൻ നോക്കാം. നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാമോ? അതായത് നമുക്ക് ഒന്നില്ലെങ്കിൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ടൊരു ക്യാമറമാനെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ റെന്റിന് എടുക്കാം. റെന്റിന് കൂടെ ഒരു ലെൻസിനാണ്ട് എത്ര 250, 300, 350 അങ്ങനെയൊക്കെ ഒരു ലെൻസ്. പിന്നെ അവരുടെ പൈസ ആയിരിക്കുമല്ലോ കൂടുതൽ ക്യാമറമാൻ്റെ. ഓൾറെഡി നമ്മളതിൽ അത്ര കഴിവില്ലാത്തതാണ് ഒരു ക്യാമറമാൻ ഉണ്ടല്ലോ. അവന്റെ കഴിവാൻ കാണിക്കാൻ കണ്ടോ, അത് അവന് ചലഞ്ച് ആയിട്ട് ഇട്ടുകൊടുക്കും. അതായത് നമ്മുടെ പ്രൊഡ്യൂസറിന് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും പ്രൊഡ്യൂസർ പൈസ കുറയ്ക്കണം എന്ന് പറയുന്നതുകൊണ്ടും നമ്മൾ തന്നെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ട് അറിയാവുന്ന ക്യാമറമാനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച്, അറിയാവുന്നതല്ല നമ്മുടെ കയ്യിലുള്ള ക്യാമറമാനെ അവന്റെ കഴിവ് തെളിയിപ്പിക്കാൻ പോവാ. അപ്പൊ അവന് വേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മൈക്ക് ഓൺ ആക്കിയില്ല, ക്യാമറ ഫോക്കസ് ചെയ്തില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് ആരെങ്കിലും ചോദിച്ചോ എന്തൊക്കെയാ വേണ്ടത്? എക്യുപ്മെന്റ്സ് ഉണ്ട്, 1-2 ഞാൻ പറയാം. ക്യാമറ വേണം. ക്യാമറ ഏത് ക്യാമറ? സോണി എടുത്താ പോരെ? സോണി അല്ലേ നല്ലത്? 7 സീരീസ് സോണി 7 സീരീസ് അല്ലേ? ടെലി പിന്നെ 50 ഒരെണ്ണം വേണ്ടേ? പിന്നെ ഒരു 50 വേണം. ഒരു വൈഡ് സൂം വേണ്ടേ? 50. പിന്നെ ഒരു ഗിംബല് വേണം. അത് മറ്റേ സാധനല്ലേ? പെർ ഡേ എത്ര രൂപ കിട്ടും ഇതിനൊക്കെ? പെർ ഡേ ദേവാനന്ദനോട് ചോദിക്കണ്ടേ? ദേവാനന്ദ് അല്ല, 5000 ബഡ്ജറ്റ് ഇടാം. ബഡ്ജറ്റ് 5000 ഇടാം. ബഡ്ജറ്റ് 5000 അല്ല, 5000 മേടിച്ചിട്ട് ബാക്കി 2500 ഒതുക്കി 2500 നമുക്ക്. ഞാനില്ലാത്ത പറയാനുള്ള മര്യാദയ്ക്ക് സംവിധായകൻ കഴിവുള്ളവരാണെങ്കിൽ ബഡ്ജറ്റിൽ അണ്ടർ ബഡ്ജറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള എന്തെങ്കിലും വേറെ ഉണ്ടോ? കാസ്റ്റ് എങ്ങനെയാണ് തീരുമാനിക്കണത്? ആരാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഷുഗർ ഉണ്ടോ? അല്ല, ഷുഗർ ഉണ്ടായിട്ടല്ല, അപ്പൊ ഷുഗർ ഉണ്ട്. അങ്ങനെയല്ലേ? പിന്നെ ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഷുഗർ ഉണ്ട് കാര്യമായിട്ട് പറഞ്ഞ. എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഷുഗർ വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ളത്. ഏത് വയസ്സ് മുതൽ ഷുഗർ? സ്കൂളിൽ പഠിക്കുന്നത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ്റ്റിങ്ങിൽ 69-70 ഫുഡ് കഴിച്ചിട്ട് 80 കുറവായിരിക്കും ഷുഗർ. അച്ഛൻ എപ്പോഴും ഷുഗർ ലെവൽ 80-70 അങ്ങനെ. അല്ല, ഷുഗർ കുറവാണെങ്കിൽ അത് കിട്ടും. എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ട്, എനിക്കത് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഞാൻ ഷുഗർ നല്ലോണം കഴിക്കും. എന്തായാലും അതുകൊണ്ട് ഞാൻ ഷുഗർ നല്ലോണം കഴിക്കും. അതെന്തായാലും കിട്ടും. പക്ഷെ എനിക്ക് ഷുഗർ ഇഷ്ടം. കിട്ടും, ലേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കൺട്രോൾ ചെയ്ത ഇപ്പൊ എന്റെ കസിൻ പുള്ളി പണ്ട് ഇതുപോലെ അച്ഛന് ഷുഗർ ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും വരുന്ന വേണ്ടി മറ്റേ കേക്കും കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ച് അവസാനം വന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയല്ലോ. അതിനെക്കാളും ഇപ്പഴേ കൺട്രോൾ ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇല്ല, ഞാൻ കഴിക്കരുത്. എനിക്ക് മധുരം ഇഷ്ടമുള്ള അത് ചുമ്മാ എടുത്ത് കഴിക്കരുത്. എനിക്കിഷ്ടം. ഞാൻ ബേക്കറി എനിക്കില്ല.
ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അത്ര കൺട്രോൾ ഒന്നല്ല എന്നാ പോലും ഞാൻ ഒരു മിനിമം ഇപ്പൊ രാവിലെ മറ്റേത് സ്റ്റീവിയ ഉപയോഗിച്ചത്. എന്താ സ്റ്റീവിയ അതെന്താ സാധനം? മധുര തുളസി എന്ന് പറയും. ആ ഡ്രോപ്പ് ഉണ്ട്. മറ്റേ നമ്മൾ ഷുഗർ ഫ്രീയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമില്ലേ? ആ അതല്ല. പക്ഷെ അതല്ലേ അതല്ല. സ്റ്റീവിയ എന്ന് പറഞ്ഞ വേറെ സെപ്പറേറ്റ് സാധനമുണ്ട്. അതിന് മറ്റേ 400 മടങ്ങ് പഞ്ചസാരക്കാൾ 400 മടങ്ങ് മധുരമായി. മധുരമാണോ? ആ, അപ്പൊ അത് ഉപയോഗിച്ചാൽ മധുരം കൂടുതലല്ലേ? ട്രാൻസ് ഫാറ്റ് ഇല്ല, ഓ. നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്ട്രാക്റ്റാ. ആ ഇതിന്റെ അതിനകത്ത് അതിന് എത്ര രൂപ? അതിനകത്ത് അതിന്റെ കണ്ടന്റ് നോക്കി 2000 രൂപയ്ക്ക് അല്ല അതൊന്നുമില്ല. കിലോ കണക്കിന് വരുമ്പോൾ അത്രയൊക്കെ വരും. അത് മറ്റേ ചെറിയ നമ്മുടെ കണ്ണിന് ഒഴിക്കാനുള്ള ഡ്രോപ്പാ. ആ അത്രയുള്ള ഡ്രോപ്പ്. അതിന് 350 അങ്ങനെയുള്ളതല്ല. അന്നേരം ഒരു ഡ്രോപ്പ് മതി ചായക്ക്. അത് മേടിച്ചാലോ? ഞാൻ അത് മേടിച്ച് വിറ്റാലോ? അത് ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചെന്നറിയില്ലേ? അതിനകത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ഇതിന്റെ സൈഡ് എഫക്ട്സ് പിന്നെ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു പറയാം. ഇത് നാച്ചുറൽ സാധനമാണ്, സിന്തറ്റിക് അല്ല. സൈഡ് എഫക്ട് അങ്ങനെ കാര്യമായിട്ട് വരാനായിട്ട്. എനിക്ക് ഷുഗർ നിർബന്ധമുള്ള സാധനമേ. ഞാനിപ്പോ 2 ആഴ്ച കൂടി ഇന്ന് രാവിലെ ചായ കുടിക്കണം. അതിനെന്താ ചായ കുടിച്ചില്ലായിരുന്നു? ഇല്ല, ചായ കുടിക്കുകയാണെങ്കിൽ മധുരമായിട്ട് കുടിക്കണം. എനിക്ക് വിത്തോട്ട് കുടിക്കുന്നില്ല. പക്ഷെ ഞാൻ കട്ടൻ കാപ്പി വിത്തോട്ട് കുടിക്കും. ഇപ്പൊ ഇല്ലാത്ത രസമാണോ? കട്ടൻ കാപ്പി എനിക്ക് ഇഷ്ടം. ആ അപ്പം നമുക്ക് ഇനിയിപ്പോ കാസ്റ്റിൽ നിന്ന് താഴത്ത് ലോഡ്ജാണ്, മേളിലൊക്കെ ലോഡ്ജാണ്. ഒന്നും ഇവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് കടയിൽ പോയി കഴിച്ചിട്ടുണ്ട്. ഏതവിടെ പോ? നമ്മുടെ അവിടെ